എൻ്റെ പേര് ആദർശ്. എനിക്ക് 2 പിള്ളേരുള്ളത്. വൈഫിൻ്റെ പേര് വിനീത. മൂത്തൊരു മോളുണ്ട്. മോളുടെ പേര് ടാനിയ. മോളിപ്പം എറണാകുളത്ത് പഠിക്കുന്നു, ഇപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ മോൻ ദേഗരി 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. ഇവിടെ ഞാൻ ഈ ബെബറ്റോ ചൂസ് ചെയ്യാൻ കാരണം, ആക്ച്വലി എൻ്റെ ബ്രദർ നിങ്ങൾ ഈ ബെബറ്റോയുടെ ബോസ് മദനിയായിട്ട് നല്ല ഒരു അടുപ്പമാണ്. അങ്ങനെയാണ് ഞാൻ ഈ ബെബറ്റോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിലോട്ട് ഞാൻ പോകുന്നത്. ആക്ച്വലി എനിക്ക് വുഡിനോടൊന്നും വലിയൊരു താല്പര്യമില്ലാത്തൊരു ആളായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ നമ്മുടെ ആർക്കിടെക്റ്റ് മറ്റേ കോമൺ ഗ്രൗണ്ട് സിമി എന്ന് പറയും, പുള്ളിക്കാരിയാണ് ഈ വീട് ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു നമുക്കിങ്ങനെ ബെബറ്റോ, കണ്ണൂരാണ് ഇവരുടെ ഫാക്ടറിയൊക്കെ ഉള്ളത്, നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ പോവാം. അങ്ങനെ ഒന്നേന്ന് പറഞ്ഞിട്ട് ബെബറ്റോ അവരെ കമ്പനി ചെല്ലുന്നതും അവിടുത്തെ എക്സ്പെഷ്യലി അവരുടെ എനിക്കും ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അവരെ ആ ഫാക്ടറിയൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ പിന്നെ വേറെ ഒന്നിലേക്ക് എനിക്ക് സെലക്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല. കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് കം ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സ്പെഷ്യലി അവരുടെ സ്റ്റാഫിൻ്റെ ബിഹേവിങ്ങും എല്ലാം A to Z നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ രീതിയിൽ നമ്മളെ കാണിച്ചു തരികയും അങ്ങനെയാണ് അതിലേക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം. പക്ഷേ ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ആ ഫാക്ടറി വിസിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ ഇത് ചൂസ് ചെയ്തതിൽ ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ട് പ്രൂഫാണ്. ഇപ്പം നമ്മൾ ഇച്ചിരി മ്യൂസിക്കൊക്കെ വോളിയത്തിൽ വെച്ചാലും വേറൊരു അയലോക്കത്തെ വീടോ അല്ലെങ്കിൽ പുറത്തോട്ടൊന്നും ഇതിൻ്റെ സൗണ്ടൊന്നും കേൾക്കത്തില്ല. അതെന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തായിരുന്നു. പിന്നെ ഇവരുടെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ക്വാളിറ്റിയാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ കിട്ടിയത്. എക്സ്പെഷ്യലി പിന്നെ ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോള് വിളിച്ചാൽ അവർക്ക് ഇല്ലയെന്ന് അവർ പറയത്തില്ല. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ പിറ്റേ ദിവസം ആൾക്കാർ വന്നിരിക്കും. അതൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ ബെബറ്റോയെ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം മേടിച്ച് വെച്ചിട്ട് സർവീസ് കിട്ടിയില്ലെങ്കിൽ മൊത്തം പോയി. അപ്പം സർവീസ് പിന്നെ അവരുടെ ആ ബിഹേവിങ്ങും എല്ലാ കാര്യത്തിലും വളരെ ഇപ്പോഴത്തെ ഈ വീടിൻ്റെ ഈ ഓപ്പണിങ്ങും ഈ ഗാർഡനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗാർഡൻ കാണണമെങ്കിൽ ഓപ്പൺ വിൻഡോ വേണം. അതുകൊണ്ടാണ് ഈ ബെബറ്റോ എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം. പിന്നെ ഈ ബെബറ്റോയുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് UPVC ഉണ്ടായിരുന്നു, വേറെ ഒരു അലൂമിനിയം കുറച്ചൊരു എക്സ്പെൻസീവാന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള ഗുണം എന്ന് വെച്ചാൽ ഭയങ്കര തിന്നായിട്ടുള്ള ഇതാണ്. പിന്നെ ഗ്ലാസ് മുഴുവൻ ടഫൻ ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വൺസ് നമുക്കൊരു ആദ്യത്തെ ഒരു എക്സ്പെൻസേ ഉള്ളൂ. പിന്നെ പെയിൻറ്റ് ചെയ്യേണ്ട, പോളിഷ് ചെയ്യേണ്ട. എവരി 5 year to 8 year ഒക്കെ ആകുമ്പം യൂഷ്വലി വുഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യേണ്ടി വരും, പോളിഷ്, പെയിൻറ്റിങ്, അങ്ങനത്തെ ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഇതൊരു കുറച്ചും കൂടി ഒരു ക്ലാസ് ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര സ്ലിമ്മാണ് ഇവരെ പ്രോഡക്റ്റ് എല്ലാം. സേഫ്റ്റി വൈസ് മറ്റേ നമ്മൾ വുഡുമായിട്ട് നോക്കുമ്പോൾ ഈ വുഡ് ഈ തണുപ്പ് കാലത്ത് ഡോറ് ടൈറ്റ് ആവുക. ഓക്കെ, പിന്നെ അന്നേരപ്പോൾ കാർപ്പൻറ്ററെ വിളിക്കണം. പിന്നെ അത് വേനൽക്കാലം ആകുമ്പം അത് പിന്നെയും ശ്രിങ്ക് ചെയ്യും. അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. വൺസ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർഫെക്ഷൻ എനിക്ക് വുഡിനേക്കാൾ തോന്നിയത് ഇവരുടെ ഇപ്പോൾ പ്രോഡക്റ്റിനോടാണ്. ഇപ്പോഴത്തെ ഇവരുടെ ലേറ്റസ്റ്റ് ഒരു പ്രോഡക്റ്റാണ് എനിക്ക് തന്നതും. ഐ ആം വെരി ഹാപ്പി. എനിവേ ഇവരുടെ സർവീസ്, ഇവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എല്ലാം കൊണ്ടും. ആക്ച്വലി ഈ വീടിൻ്റെ ഈ ലിവിങ് റൂം എന്ന് പറയുന്നത് 2 സൈഡും ഓപ്പൺ വിൻഡോ തന്നെ. പക്ഷേ ഈ ഓപ്പൺ വിൻഡോ ഉണ്ടെങ്കിലേ ഈ ലിവിങ്ങിനൊരു കുറച്ചൊരു സ്പേഷ്യസ് ആയിട്ട് തോന്നത്തുള്ളൂ. ബാക്കിലാണെങ്കിലൊരു കോഴി പോണ്ടുണ്ട്. ആ പോണ്ട് കാണണമെങ്കിലും ഇത് ആവശ്യമാണ്, ഓപ്പൺ വിൻഡോ. അപ്പം അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് പ്രിഫർ ചെയ്യാനുള്ള കാരണം. പിന്നെ കഞ്ചഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടും, കുറച്ചൊരു വൈഡ് ആംഗിളായിട്ട് ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മളിത് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം. പിന്നെ എനി ടൈം നമുക്കൊരു സഫക്കേഷനൊക്കെ വരികയാണെങ്കിൽ ഒരു വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ ഒരു ഏരിയ മുഴുവൻ നമുക്കൊരു AC യുടെ പോലും ഒരു ആവശ്യം വരുന്നില്ല. നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഫാൻ AC ഒന്നും വേണ്ട. ഇതൊന്ന് തുറന്നു ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പഴയ കാലത്തെ ആൾക്കാരൊക്കെ പറയും ഗ്ലാസ് അത്ര സേഫ്റ്റി ആണോ. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ ഗൂഗിളിലാണെങ്കിൽ സെർച്ച് ചെയ്താൽ അറിയാം, ഈ ടഫൻ ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ട് തെഫ്റ്റ് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ അത്
ടെഫൻ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയലൊക്കെ മുഴുവൻ അറിയും ഒരാൾ ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സ് അതിനകത്ത് ഒരു നത്തിങ്, നോ കോംപ്രമൈസ്, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഉള്ളത് പഴയ ആൾക്കാർക്കൊക്കെ എന്താ വെച്ചാൽ ഈ ഗ്ലാസ് ഏരിയ കൂടുമ്പോൾ ഭയങ്കര ചൂടുണ്ടാവും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതിനെ പറ്റിയ ഗ്ലാസ്സുകളൊക്കെ ഈ ബെബറ്റോ ഇവരയിൽ തന്നെ ഉണ്ട്. അത് മെയിനായിട്ട് വലിയ ചൂടൊക്കെ വരുന്ന സ്ഥലത്ത് തന്നെ ഗ്ലാസ് തന്നെ നമുക്ക് പ്രിഫർ ചെയ്യാം. ഇന്ന ഗ്ലാസ് അത് അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ അതിനനുസരിച്ച് ഇടുക. പിന്നെ ക്ലീനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഭംഗി കിട്ടുന്നത് ഒരു ഗ്ലാസ് ഉള്ള വിൻഡോ ആണ് കാണാൻ ഭംഗി എന്നാണ് നമ്മളെല്ലാവരും അല്ലേ, നമ്മളെല്ലാവരെയും താല്പര്യം. അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്.